അല്ല, 2019 അപേക്ഷിച്ച് കേരളത്തിൽ മൊത്തം വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിരിക്കുകയാണ്. അത് കാസർഗോഡ് മാത്രമല്ല, കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും 2019 പോളിംഗുമായി താരതമ്യം ചെയ്യുമ്പോൾ വോട്ടിംഗ് പെർസെൻറ്റേജ് വളരെ കുറഞ്ഞിട്ടുണ്ട്. അത് കാസർഗോഡും കുറഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് കുറയാനുള്ള കാരണം നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ BJP കേന്ദ്രങ്ങളിലും അതുപോലെ ഇടതുപക്ഷ കേന്ദ്രങ്ങളിലും വളരെ മ്ലാനതയായിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പ്രവർത്തകർക്കുണ്ടായ നിരാശ പോളിങ്ങിൽ നിഴലിക്കുന്നത് കണ്ടു. നമ്മുടെ പല സ്ഥലങ്ങളിലും പോളിംഗ് ബൂത്തിലേക്ക് ഇരിക്കാൻ പോലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ താല്പര്യമില്ലാത്ത കാഴ്ചയാണ് മഞ്ചേശ്വരത്തും കാസർഗോട്ടും കാണാൻ സാധിച്ചത്. അവിടുന്ന് നമ്മുടെ MLA ശ്രീ AK അഷ്റഫും നെല്ലിക്കുന്നും പറഞ്ഞു അവർക്ക് യാതൊരു താല്പര്യമില്ലാത്ത അവസ്ഥയിലാണ്, വളരെ നിസ്സംഗതയാണ്. അതേസമയം പയ്യന്നൂരും കല്യാശ്ശേരിയിലും 10 മടങ്ങ് ആവേശമാണ് അവർ കാണിച്ചത് ബൂത്ത് പിടിച്ചെടുക്കാൻ, കള്ളയോട്ട് ചെയ്യാൻ. ഞാൻ എൻ്റെ പ്രസൻസിൽ കള്ളയോട്ട് പിടിച്ചിട്ട് പോലും എന്നെ ആക്രമിക്കാനാണ് മുതുകുട എന്ന് പറയുന്ന സ്ഥലത്ത് പട്ടുവത്ത് തയ്യാറായിട്ടുള്ളത്. അപ്പം കള്ളയോട്ട് പയ്യന്നൂർ ഞാൻ ഇന്നലെ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്ഥാനാർത്ഥി എന്നല്ലേ ഞാൻ ഇന്നലെ 7 അസംബ്ലി മണ്ഡലത്തിൽ പോകേണ്ട ഞാൻ 2 മണ്ഡലങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, കയ്യന്നൂരും ഒന്ന് കല്യാശ്ശേരിയും. എനിക്കറിയാം പയ്യന്നൂരും കല്യാശ്ശേരിയും ആവനാഴിയിൽ അവസാനത്തെ ആയുധം കള്ളയോട്ടാണ്, ബൂത്ത് പിടിച്ചെടുക്കലാണ്. അത് വ്യാപകമായി നടന്നിട്ടുണ്ട്. പോലീസ് നിഷ്ക്രിയമായി നോക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ ബൂത്തിനകത്ത് പുറത്തുനിന്ന് ഗുണ്ടകൾ കയറി നമ്മുടെ ഏജൻറ്റിനെ തല്ലി ഓടിച്ചിട്ട് അവിടെ ബൂത്ത് പിടിച്ചെടുത്ത് വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് പയ്യന്നൂർ വോട്ടിംഗ് ശതമാനം 80 കവിയാൻ കാരണം കള്ളയോട്ടാണ്. കള്ളയോട്ടാണെങ്കിലും വോട്ട് ചെയ്ത വോട്ടർമാരിലൊരു നല്ല ശതമാനം എനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. കഴിഞ്ഞ തവണ 26,000-ഓളം വോട്ടിൻ്റെ കുറവായിരുന്നു എനിക്ക് പയ്യന്നൂരുണ്ടായിരുന്നത്. അത് ഇത്തവണ അതിനേക്കാൾ കുറയും എന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം 26,000 അവർക്ക് ഭൂരിപക്ഷം, അവരുടെ ഭൂരിപക്ഷം 26. എത്ര കള്ളയോട്ട് ചെയ്താലും ജനങ്ങളാകെ ഇളകി മറിഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ പയ്യന്നൂരിൽ പെർസെൻറ്റേജ് ഓഫ് വോട്ട് കൂടുതലാണെങ്കിലും അവിടെ എനിക്ക് അനുകൂലമായി വോട്ട് കിട്ടും. കഴിഞ്ഞ തവണ അവർക്ക് കിട്ടിയ പയ്യന്നൂരിൽ ഭൂരിപക്ഷം ഇത്തവണ ഉണ്ടാകില്ല, കല്യാശ്ശേരിയിലും ഉണ്ടാകില്ല. കാര്യം കല്യാശ്ശേരിയും ഇത്തവണ വ്യാപകമായി ആക്രമണം നടന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെപ്പോലും ആക്രമിക്കാൻ തയ്യാറായത് കല്യാശ്ശേരി മണ്ഡലത്തിലാണ്. പിന്നെ ഗുണ്ട വിളയാട്ടമായിരുന്നു. അവിടെ ഒരു അമ്പലത്തിൽ കേന്ദ്രീകരിച്ച് നമ്മൾ പോലീസിനെ മുഴുവൻ വിളിച്ചു പറയും, പോലീസ് വരും, നമ്മളെ ബോധ്യപ്പെടുത്താനൊരു പ്രദർശനമൊക്കെ കാണിക്കും. മനസ്സിലായില്ലേ? എന്നെ കാർ ആക്രമിക്കുമ്പോൾ പോലീസുകാർ നോക്കി നിൽക്കുകയാണ്. അവസാനം ഞാൻ തളിപ്പറമ്പ് DYSP വിളിച്ചു പറഞ്ഞ് DYSP വന്ന് ലാത്തി ചാർജ് നടത്തിയിട്ടാണ് എന്നെ അവിടുന്ന് ഒഴിവാക്കിയത്. അപ്പം വ്യാപകമായ അക്രമവും ബൂത്ത് പിടിക്കലും ബൂത്ത് ഏജന്റ്മാരെ തല്ലി ഓടിച്ചിട്ട് ബൂത്ത് ക്യാപ്ചർ ചെയ്തിട്ടാണ് പയ്യന്നൂരും കല്യാശ്ശേരിയിലും വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചത്. പക്ഷേ സാധാരണക്കാരായ വോട്ടർമാർ എനിക്ക് അനുകൂലമായിട്ടാണ് പയ്യന്നൂരിലും കല്യാശ്ശേരിയിലും വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്.